കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ തൃശൂരിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ തൃശൂർ കാഞ്ഞിരക്കോട് സ്വദേശി മിഥുനാണ് മരിച്ചത്. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്ന മിഥുനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് കുടുംബവും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഞങ്ങളെ കുട്ടീനെ എന്താ അവര് ചെയ്തത്? അവനൊരു കേസിലൊരു 400 രൂപ ഇട്ട് കൊടുത്തു, നല്ലൊരു തെളിവുള്ള. അതിനവരെന്തൊക്കെ പറഞ്ഞു. എൻ്റെ മോനെ മൊബൈൽ കൊടുത്തില്ല, വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. അതിലൊന്നും അവൻ ആ കച്ചവടമൊന്നും ചെയ്തിട്ടില്ല. അവൻ ഇന്നലെ അവിടെ പോയി വന്നുവിടുമ്പോൾ എൻ്റെ മൊബൈൽ തന്നില്ല. എൻ്റെ ഓട്ടം പോയി എന്തൊരു സങ്കടത്തിലായിരുന്നു ഇന്നലെ അവൻ. അവരെന്താ തല്ലിയാണ് അവൻ ഇന്നലെ ഒറ്റയ്ക്ക് പോയിക്കണ്. എന്താ ചെയ്തെന്നൊന്നും അറിയില്ല. മിഥുന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ഇവരുടെ വീട്ടുകാരും നാട്ടുകാരും ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ, അതിൽ പ്രത്യേകിച്ച് നാളെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുൻപ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ പാർട്ടി ചെയ്യും. അതിൽ നിന്ന് ഒരിക്കലും പുറകോട്ടില്ല. വിവരങ്ങളുമായി സൂരജ് ചെയ്യുന്നു. സൂരജ്, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ വരാതെ ആ യുവാവിനെ മിഥുനെ അഴിച്ചിറക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ പ്രതിഷേധം അവസാനിച്ചത് എങ്ങനെയാണ്? സൂരജ് അവിടെ പോയതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു സൂരജ്? ഹാഷ്മി, വലിയ പ്രതിഷേധം തന്നെയാണ് ഈ മേഖലയിൽ ഉയർന്നത്. പിന്നീട് തൃശൂർ സബ് കളക്ടർ എത്തി നടത്തിയ ചർച്ചയിലാണ് ഈ മൃതദേഹമടക്കം ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും അടക്കം വിട്ടുകൊടുക്കാൻ ഈ കുടുംബാംഗങ്ങളും നാട്ടുകാരും തയ്യാറാക്കിയത്. ഇതിൽ രണ്ട് നിർദ്ദേശങ്ങൾ സബ് കളക്ടർ മുന്നോട്ട് വെച്ചു. അതിൽ ഒന്ന്, സമഗ്ര അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരവും ഈ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ശുപാർശയും സംസ്ഥാന സർക്കാരിന് നൽകും എന്നറിയിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിഷേധങ്ങളിൽ താൽക്കാലികമായെങ്കിലും അയവ് വന്നത്. പക്ഷേ കോൺഗ്രസ് അടക്കം വ്യക്തമാക്കുന്നത് നാളെ ഈ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം. നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ശക്തമായ സമരത്തിലേക്ക് പോകും എന്നൊരു സൂചന കോൺഗ്രസ് കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മിഥുനെ ഈ പന്നിയിറച്ചി വാങ്ങി എന്നതിന്റെ പേരിൽ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുന്നതും പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. കോടതി തന്നെ ഈ കേസിൽ ജാമ്യം നൽകുകയും ചെയ്തു. അതിൽ ഏക തെളിവായി ഉണ്ടായിരുന്ന 400 രൂപ ഈ ഇറച്ചി വിൽപ്പനക്കാരന് ഗൂഗിൾ പേ ചെയ്തതിന്റെ ഒരു തെളിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ മിഥുനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. കോടതി തന്നെ ജാമ്യം നൽകിയതാണ്. അങ്ങനെ മിഥുന്റെ കൈവശം കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് വേണ്ടി മിഥുൻ ഇന്നലെ വീണ്ടും ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുന്നു. രാവിലെ 10 മണിക്ക് എത്തിയ മിഥുനെ 5 മണിക്കാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിട്ടയച്ചതെന്നുള്ളതാണ് കുടുംബം പറയുന്ന ആരോപണം. ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ ഇറച്ചി വാങ്ങി എന്ന വിവരം ചോദിച്ചുകൊണ്ട് മിഥുനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. കുടുംബാംഗങ്ങളെ കൂടി കേസിൽ പ്രതിയാക്കും എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ആ മനോവിഷമത്തിലാണ് മിഥുൻ ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബവും നാട്ടുകാരുമെല്ലാം ആവശ്യപ്പെടുന്നത്. കാശ്മീർ സൂരജ്, ഈ സംഭവം മാത്രമല്ല, നേരത്തെ രാവിലെ സൂരജ് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഓരോ വീട്ടിൽ പോയി ഈ പന്നിയിറച്ചി ഉണ്ടോ ചോദിക്കുകയും ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നത് മൂരിയോട് അല്ലെങ്കിൽ പോത്തിന്റെ ഇറച്ചിയാണെന്ന് പറയുകയും അത് മതി എടുത്തുകൊണ്ട് പോവുകയും അത് പന്നിയിറച്ചിയാണോ എന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന മിഥുനെ മാത്രമല്ല, ഈ പറയുന്ന ഇറച്ചിയുമായി ബന്ധപ്പെട്ട് പലരെയും ചോദ്യം ചെയ്യുകയും പലരെയും റിമാൻഡിൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന പണി ഈ ഫോറസ്റ്റുകാർ ചെയ്യുന്നുണ്ട് എന്ന ധാർമ്മികരോഷത്തോടെ അവർ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ ഒരു കാട്ടുപന്നി വേട്ട എന്ന് പറയുന്നത് പോലെ ഫോറസ്റ്റിന്റെ വക നാട്ടുകാർ വേട്ടയുണ്ടോ സൂരജ്? കാശ്മീർ അത് തന്നെയാണ്. അതായത് ഈ മേഖലയിൽ വലിയ പ്രതിഷേധം നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. കാരണം നിരവധി ആളുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസം ചെല്ലുമ്പോഴും പ്രതികളായിക്കൊണ്ടിരിക്കുന്നത്. 4 മാസം മുമ്പ് നടന്ന സംഭവം, അതായത് ഈ കാട്ടുപന്നിയെ വേട്ടയാടിയ ആളുകളടക്കം ഈ ഫോറസ്റ്റിന്റെ നടപടി നേരിട്ടിട്ടുണ്ട്. പക്ഷേ അത് വാങ്ങിയ ആളുകളുടെ പേരിൽ ഈ പലരും ഗൂഗിൾ പേ ഒക്കെ ചെയ്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ പിടിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ വീടുകളിൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ പ്രദേശവാസിയായ ഒരു യുവതിയുമായി നമ്മൾ സംസാരിച്ചു. അവർ പറഞ്ഞത് അവരുടെ വീട്ടിലെത്തി ആ അടുക്കളയിൽ ഉണ്ടായിരുന്ന മാംസം ഇത് പരിശോധിക്കുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എന്ത് ഇറച്ചിയാണെന്ന് ചോദിക്കുമ്പോൾ മൂരി ഇറച്ചിയാണെന്ന് പറയുമ്പോൾ ഇത് മൂരി ഇറച്ചിയല്ല, ഇത് കാട്ടുപന്നിയുടെ ഇറച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രത്തോടു കൂടി ആ ഇറച്ചി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി കൊണ്ടുപോവുകയാണ്. പിന്നീട് അവർ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ അത് ഈ കാട്ടുപന്നിയുടേതല്ല, പകരം പശുവിന്റെ ഇറച്ചിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത്തരത്തിൽ ഒരു വലിയൊരു കാടത്തപരമായ ഒരു സമീപനം, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആളുകളെ ആകെ ഒന്നടങ്കം ഉപദ്രവിക്കുന്ന ഒരു സമീപനം
സമീപനം അത് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നാട്ടുകാരെല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. തുടർച്ചയായി എല്ലാ വീടുകളിലും ഈ മേഖലയിലെ പ്രദേശത്തെത്തി വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി വനംവകുപ്പ് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ വേട്ട നടന്നത് ഇവിടെ അല്ല എന്നുള്ളതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. കിലോമീറ്ററുകൾക്കപ്പുറത്ത് തളിയിലായിരുന്നു ഈ കാട്ടുപന്നിയെ വേട്ടയാടിയത്. എന്നിട്ടും തങ്ങളുടെ പ്രദേശത്ത് എന്തിന് ഇത്തരത്തിൽ ഈ വനംവകുപ്പ് ഇത്തരത്തിലൊരു ഈ നിയമം നടപ്പാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഇനിയിപ്പോൾ കാട്ടുപന്നി ഏതെങ്കിലും പന്നി എവിടെയെങ്കിലും ആരെങ്കിലും വെടിവെച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ കേസെടുക്കട്ടെ. അതിന്റെ പേരിൽ കുറ്റം ചെയ്യാത്തവരെ ഉപദ്രവിക്കുന്ന അത് മാത്രമല്ലോ, ആ മേഖലയിലൊക്കെ ഈ പറയുന്ന കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ആൾക്കാരെയും കൊല്ലുകയും ചെയ്യുന്നുണ്ട്. കാട്ടാനകൾ ഇറങ്ങി കൊല്ലുന്നുണ്ട്. കാട്ടുപുലിയും കടുവയൊക്കെ അവിടെ നിരന്തരം ഇറങ്ങി കറങ്ങി നടക്കുന്ന നമ്മുടെ മലയോര മേഖലകളുടെ വാർത്തകൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെയൊക്കെയുള്ള പ്രദേശവാസികളുടെ പ്രധാന പരാതി ഫോറസ്റ്റുകാർ നിഷ്ക്രിയമായിരിക്കും എന്നുള്ളതാണ്. പലയാവർത്തി പറഞ്ഞാലും കല്ലിന് കാറ്റ് പിടിച്ച പോലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാട്ടുപന്നിയെ ആരോ വെടിവെച്ച് കൊന്നു, അതിനെ ആരോ വിറ്റു എന്ന് പറയുമ്പോഴേക്കും ആ പണിയെടുക്കാൻ ശുഷ്കാന്തിയാണ്. നല്ല കാര്യമാണ് ശുഷ്കാന്തി. സൂരജ്, അഷ്മി, അത് തന്നെയാണ്. അതായത് ഈ ചേലക്കര, ഈ വടക്കാഞ്ചേരി ഉൾപ്പെടുന്ന മേഖലകളിൽ ഈ കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനതയാണ്. അതായത് അവിടെ വാഴക്കൊമ്പൻ എന്ന് പറയുന്ന ഒറ്റയാൻ ഇറങ്ങുന്നു. എല്ലാ ദിവസവും ഇറങ്ങി ഈ വാഴ മാത്രം തെരഞ്ഞുപിടിച്ച് കുത്തിമറിക്കുന്ന വാഴക്കൊമ്പൻ, അതോടൊപ്പം തന്നെ 13ലധികം വരുന്ന കാട്ടാനക്കൂട്ടം ദിനം പ്രതി, അതായത് ഒരു ദിവസം വടക്കാഞ്ചേരിയിലാണ് ഇറങ്ങുന്നതെങ്കിൽ പിറ്റേ ദിവസം ചേലക്കരയിൽ ഇറങ്ങുന്നു, മുള്ളൂർക്കരയിൽ ഇറങ്ങുന്നു. അങ്ങനെ ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പലപ്പോഴും ഈ കാട്ടാനക്കൂട്ടം അടക്കം വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ പോലും വരാറില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വലിയ പ്രതിഷേധമൊക്കെ പോയ ആഴ്ച നമ്മൾ കണ്ടതാണ്. ഈ മുള്ളൂർക്കരയിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് ഒടുവിൽ മന്ത്രി തന്നെ, അതായത് മന്ത്രിതലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. സ്ഥലം MLA ഇടപെടുന്നു. തുടർന്ന് ഒരു പ്രത്യേക RRTയെ തന്നെ അവിടെ രൂപീകരിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും അതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നത്. അപ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മേഖലയിൽ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കുറവാണ്, അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് എത്താൻ പറ്റാത്തതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പന്നിയിറച്ചിയുടെ പേരിൽ ഒരു കേസ് 5 മാസം മുമ്പ് രൂപപ്പെടുന്നു. ആ കേസിൽ ആരൊക്കെയാണോ ഇത് വാങ്ങിയത്, ഇറച്ചി വാങ്ങിയത് ആരൊക്കെയാണോ അവരെ എല്ലാവരെയും തിരഞ്ഞുപിടിക്കുന്നുവെന്ന് മാത്രമല്ല, നിരപരാധികളെ പോലും ഈ കേസിന്റെ ഭാഗമാക്കാൻ ഉള്ള ഒരു ശ്രമം അതുണ്ടാകുന്നുണ്ട്. അതായത് ഒരു വന്യജീവി ഇറങ്ങി മനുഷ്യനെ ആക്രമിച്ചാൽ അവിടെ എത്താൻ ഉദ്യോഗസ്ഥരില്ല. അതേസമയം ഒരു വന്യജീവിയെ വേട്ടയാടി എന്നൊരു പരാതി ലഭിച്ചാൽ ആ പരാതിയിൽ ഉള്ളവരെയും, അതായത് പ്രതികളാകാൻ സാധ്യതയുള്ളവരെയും ഇല്ലാത്തവരെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് സബ് കളക്ടർ അടക്കം അവർക്ക് അനുകൂലമാകുന്ന ഒരു സമീപനം തന്നെയാണ്, അനുകൂലമായ ഒരു സമീപനം തന്നെയാണ് ജില്ലാ ഭരണകൂടം അടക്കം എടുത്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടി ഉണ്ടാകില്ല എന്ന് വാക്കാൽ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം, അതായത് ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടാകാത്ത തരത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്തി അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകും എന്ന് സബ് കളക്ടർ കൂടി അറിയിച്ചിട്ടുണ്ട്. കാശ്മീർ എന്നാൽ വീട്ടിനകത്ത് കയറി ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഇറച്ചി പാത്രത്തോടെ എടുത്തുകൊണ്ട് പോകാൻ കാണിക്കുന്ന ശുഷ്കാന്തി, കാട്ടുപന്നിയും കാട്ടാനക്കൂട്ടും ഇറങ്ങി മനുഷ്യന്മാരെ കൊല്ലുമ്പോൾ, ഫോറസ്റ്റുകാരെ വിളിക്കുമ്പോൾ അതിന്റെ പകുതിയെങ്കിലും ശുഷ്കാന്തി ഉദ്യോഗസ്ഥർ കാണിക്കുമെന്നുകൂടി പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.